മോക്ഷത്തിന്റെ കവാടമാണ് കാശി. ഗംഗാനദിയിൽ നിന്നും കരയിലേക്ക് നോക്കുമ്പോൾ ഭഗവാൻ പരമശിവന്റെ ജടയിലെ ചന്ദ്രക്കല ഭൂമിയിലിറങ്ങി വന്നതുപോലെയാണ് കാശി നഗരത്തിന്റെ കിടപ്പ്. പരമപദം കാംക്ഷിച്ച് എരിഞ്ഞടങ്ങുന്ന നശ്വര ജന്മങ്ങളുടെ ഭൗതികാവശിഷ്ടങ്ങളും പാപങ്ങളും ഏറ്റുവാങ്ങി ഒഴുകുന്ന ഗംഗ. അതിന്റെ തീരത്ത് എരിഞ്ഞൊടുങ്ങാത്ത എണ്ണമറ്റ ചിതകൾക്കും ശവഗന്ധത്തോടുമൊപ്പം മന്ത്രങ്ങളും മണക്കുന്ന കാറ്റിനുമപ്പുറത്ത് ആർക്കുമാരെയും ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത തിരക്കുകൾക്കുമപ്പുറത്ത് കാന്തം പോലെ വലിച്ചെടുപ്പിക്കുന്ന എന്തോ ഉണ്ട് കാശിയിലെന്ന് തോന്നും അവിടെ എത്തുമ്പോൾ. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഗംഗയുടെ ഓരത്ത് തിളങ്ങുന്ന ശ്രീകോവിലിൽ മഹാദേവനുണ്ട്. സംഹാരമൂർത്തിയായ രുദ്രനല്ല, ജ്ഞാനത്തിന്റെ വെളിച്ചം വിതറുന്ന മോക്ഷദായകനായാണ് കാശിയിലെ ശിവൻ. ഗുരുവും രാജാവുമാണ് കാശി വിശ്വനാഥൻ. കാശിയിലെത്തിക്കഴിഞ്ഞാൽ ദേഹം കൈവിടുന്നതിനു മുൻപേ ദേഹി പഞ്ചഭൂതങ്ങൾക്കപ്പുറത്തെ പരമസത്യത്തിന്റെ പുണ്യമറിയുമെന്നാണ് വിശ്വാസം. ആ തരത്തിലാണ് കാശി നഗരത്തിന്റെ നിർമ്മാണം എന്ന് പറഞ്ഞു തരും ഗംഗാതീരത്തെ സന്യാസിമാർ. തൃശൂലത്തിന്റെ നടുവിലാണ് കാശിയുടെ സ്ഥാനം. അയോധ്യയും ഉജ്ജയിനുമടക്കമുള്ള പുണ്യസ്ഥലങ്ങളിൽ നിന്നെല്ലാം അന്തിമ മോക്ഷം തേടുന്ന ആത്മാക്കൾ എത്തിച്ചേരുന്നത് കാശിയിലാണെന്നാണ് സങ്കല്പം. സകല കെട്ടുപാടുകളും ഉപേക്ഷിച്ച് മണികർണിക ഘാട്ടിൽ ഒരു ചിതയിലൊടുങ്ങാൻ കാത്തിരിക്കുന്ന ജന്മങ്ങളെ എപ്പോഴും തീരത്തും തെരുവുകളിലും കാണാൻ സാധിക്കും. രാജാവായ ശിവന്റെ മന്ത്രിമാരായ താരകേശ്വരനും ഭുവനേശ്വരനും മുഖ്യക്ഷേത്രത്തിനടുത്തുള്ള ക്ഷേത്രങ്ങളിലുണ്ട്. ഭക്തരുടെ പ്രാർത്ഥനകൾക്ക് എങ്ങനെ വേണം ഫലമെന്ന് നിശ്ചയിക്കുന്ന അന്നപൂർണേശ്വരിയുമുണ്ട്. 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് കാശിയിലേത്. അനന്തമായ പരമപ്രകാശത്തിന്റെ പ്രതിരൂപം. കാലത്തിനതീതമാണ് കാശി നഗരമെന്നാണ് ശിവപുരാണം പറയുന്നത്. കാലാന്തരത്തിൽ പല ആക്രമണങ്ങൾക്കും വിധേയമായിരുന്നു കാശിയും വിശ്വനാഥ ക്ഷേത്ര പരിസരവും. ക്ഷേത്രത്തിലെ ശിവലിംഗം മുൻപ് 5 ഇടങ്ങളിൽ പ്രതിഷ്ഠിച്ച ശേഷമാണ് ഇവിടെ എത്തിയതെന്ന് കരുതുന്നവരുണ്ട്. 10-ാം നൂറ്റാണ്ടിൽ വൈദേശികാക്രമണങ്ങളിൽ ക്ഷേത്രത്തിന് കേടുപാട് സംഭവിച്ചു. 17-ാം നൂറ്റാണ്ടിൽ ക്ഷേത്രത്തോട് ചേർന്ന് ജ്ഞാൻവ്യാപി പള്ളിക്ക് മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബ് തറക്കല്ലിട്ടു. ഇപ്പോഴത്തെ കാശിയുടെ ഗോപുരങ്ങൾ മറാഠ രാജ്ഞി അഹല്യാബായി ഗോൽക്കർ 1780 നിർമ്മിച്ചതാണ്. 1839 മഹാരാജ രഞ്ജീത് സിംഗ് നൽകിയ സ്വർണത്താൽ ഗോപുരങ്ങൾ പൊതിഞ്ഞു. 920 കിലോ സ്വർണമാണ് ഇതിനുപയോഗിച്ചതെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ കാലത്തിനനുസരിച്ച് ക്ഷേത്രത്തെയും പരിസരങ്ങളെയും വീണ്ടെടുക്കുകയാണ് UP സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണിത്. ആധുനികതയ്ക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുമ്പോഴും പൗരാണികതയുടെ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴി പദ്ധതി നടപ്പാക്കുന്നത്. ഗംഗാനദിയെ കാശി വിശ്വനാഥ ക്ഷേത്രവുമായി ബന്ധിപ്പിക്കുകയാണ് കാശിധാം ഇടനാഴിയുടെ മുഖ്യ ഉദ്ദേശമെന്ന് പറയുന്നത്. വാരണാസിയുടെ മുഖച്ഛായ മാറ്റുന്ന ഈ പദ്ധതിക്ക് 2019 മാർച്ചിലാണ് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത്. ഇതിനായി ശ്രീ കാശി വിശ്വനാഥ് സ്പെഷ്യൽ ഡെവലപ്മെന്റ് ബോർഡും രൂപവൽക്കരിച്ചു. 800 മുതൽ 1000 കോടി രൂപ വരെയാണ് ഏകദേശ ചെലവ് കണക്കാക്കിയിരുന്നത്. ഡൽഹിയിലെ സെൻട്രൽ വിസ്ത രൂപകൽപ്പന ചെയ്ത ഗുജറാത്തിലെ ബിമൽ പട്ടേലിന്റെ HCP ഡിസൈൻ എന്ന സ്ഥാപനം തന്നെയാണ് കാശിധാമിന്റെയും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശിവഭക്തർ ഒരിക്കലെങ്കിലും എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വിശുദ്ധ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാശി. ഇനി കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് വരാം. വാരണാസിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്ന് എന്ന ചോദ്യത്തിന് സംശയമേതുമില്ലാതെ നൽകുവാൻ പറ്റിയ ഉത്തരം കാശി വിശ്വനാഥ ക്ഷേത്രമെന്നാണ്. ശൈവ വിശ്വാസമനുസരിച്ചുള്ള ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഇവിടം പടിഞ്ഞാറൻ ഗംഗയുടെ തീരത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. മോക്ഷത്തിലേക്ക് വാതിൽ തുറക്കുന്ന കാശിയിലെ ഏറ്റവും പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. ശിവന്റെ കണ്ടുപരിചയിച്ച പതിവ് രൗദ്രകോപഭാവങ്ങളിൽ നിന്നും വ്യത്യസ്തനായ വിശ്വാസികളെ കരുണയോടെ കാത്തിരിക്കുന്ന ആത്മാക്കളെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന ശിവനാണ് ഇവിടുത്തെ പ്രത്യേകത. വിശ്വനാഥൻ അഥവാ വിശ്വേശ്വരനായി ശിവൻ വാഴുന്ന ഇടമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. കാശിയുടെ ഗുരുവും നാഥനും രാജാവും ഇവിടെ ശിവനാണ്. അതിപുരാതന കാലം മുതൽ തന്നെ ഇവിടെ നിലനിൽക്കുന്ന ഈ ക്ഷേത്രത്തെ ഹൈന്ദവ വിശ്വാസങ്ങളിലും ശിവപുരാണങ്ങളിലും കാണുവാൻ സാധിക്കും. പരമശിവന്റെ ജടയിൽ നിന്നും താഴെയിറങ്ങി വന്നതുപോലെയാണത്രേ ആകാശക്കാഴ്ചയിൽ കാശിയുടെ കിടപ്പ്. മോക്ഷ കവാടമാണ് കാശി. മോക്ഷത്തിലേക്കുള്ള വാതിൽ സ്ഥിതി ചെയ്യുന്നിടം. ഇവിടെ എത്തി മരിച്ചാൽ ആത്മാവിന് സ്വർഗം പ്രാപിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. മാത്രമല്ല മറ്റു വിശുദ്ധ നഗരങ്ങളായ അയോധ്യയിൽ നിന്നും ഉജ്ജയിനിൽ നിന്നും ഹരിദ്വാറിൽ നിന്നുമെല്ലാം ആത്മാക്കൾ എത്തിച്ചേരുന്നതും ഇവിടെയാണെന്ന് പറയുന്നു. ഇവിടെ നിന്നാണ് അന്തിമ മോക്ഷത്തിലേക്കുള്ള ആത്മാക്കളുടെ യാത്ര ആരംഭിക്കുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വളരെ സമ്പന്നമായ ചരിത്രമാണ് കാശിയുടേത്. വിശ്വാസങ്ങളിലും പുരാണങ്ങളിലും പറഞ്ഞതിനു ശേഷമുള്ള മറ്റൊരു ചരിത്രവും ഈ നഗരത്തിനുണ്ട്. പലതവണ തകർക്കപ്പെടുകയും പിന്നീട് ഓരോ തവണയും അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ഒരു കാലത്തിന്റെ കഥയും ഇവിടെയുണ്ട്. 1194 തന്റെ പടയോട്ടക്കാലത്ത് മുഹമ്മദ് ഗോറിയാണ് ക്ഷേത്രത്തിന് വലിയ തകർച്ചകൾ സമ്മാനിച്ചത്. അതിനുശേഷം പുനർനിർമ്മാണം നടക്കുന്ന സമയത്ത് കുത്തബ്ദീൻ ഐബക്ക് ക്ഷേത്രം വീണ്ടും തകർത്തു. 1494 സിക്കന്ദർ ലോധി ക്ഷേത്രം തകർക്കുക മാത്രമല്ല അവിടെ മറ്റൊരു ക്ഷേത്രം നിർമ്മിക്കുന്നത് തടയുകയും ചെയ്തു. അതിനുശേഷം 17-ാം നൂറ്റാണ്ടിൽ ഔറംഗസേബ് ക്ഷേത്രം തകർത്ത് അവിടെ പള്ളിയുടെ പണിയും ആരംഭിച്ചു. ശിവൻ രാജാവായി വാഴുന്ന കാശിയുടെ കാവൽക്കാരൻ കാലഭൈരവനാണ്. ശിവന്റെ രൗദ്രരൂപമാണ് കാലഭൈരവൻ.
അപകടങ്ങളും അകാലത്തിലുള്ള മരണവും ഒഴിവാക്കാൻ ഇവിടെ ദർശനം നടത്തി കാശിക്കയർ ധരിച്ചാൽ മതിയെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതിനും വളരെ പ്രാധാന്യമുണ്ടെന്ന് പറയപ്പെടുന്നു. കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴിയുടെ പണി പൂർത്തിയായതോടുകൂടെ ഏകദേശം 5 ലക്ഷം ചതുരശ്ര അടിയിൽ 40-ലധികം പുരാതന ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കുകയും മനോഹരമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭക്തർക്ക് വൈവിധ്യമാർന്ന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി 23 പുതിയ കെട്ടിടങ്ങളും കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴിയുടെ ഭാഗമായി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്.